കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡി അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. കേസ് അന്വേഷണം ഇഴയുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി ഇതുവരെയുള്ള കുറ്റപത്രങ്ങൾ ഹാജരാക്കാനും ഉത്തരവിട്ടു. കോടതി ഇടപെടലുകൾ അന്വേഷണത്തിന്റെ വേഗം കുറയ്ക്കുമെന്നായിരുന്നു ഇഡി അഭിഭാഷകന്റെ വിശദീകരണം. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, ഇപ്പോൾ ഈ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന രീതിയിലുള്ളൊരു അതൃപ്തി ഹൈക്കോടതി പ്രകടിപ്പിച്ചെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം എത്രയും വേഗം ഇത് പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശം കൂടി കോടതി നൽകുകയാണ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലെ ഒരു ജാമ്യ ഹർജിയിലാണ് ഹൈക്കോടതി ഇത്തരമൊരു പരാമർശം നടത്തിയത്. അലി സാബ്രി എന്ന ആൾ നേരത്തെ ഹർജിയുമായി ഹൈക്കോടതി സമീപിച്ചിരുന്നു. ഇതിലാണ് ഹൈക്കോടതി ഇത്തരമൊരു പരാമർശം അല്ലെങ്കിൽ നിർദ്ദേശം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരിക്കുന്നത്. ഇഡി എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഒപ്പം കേസന്വേഷണം ഇഴയുന്നതിൽ ഹൈക്കോടതി അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റിസ് രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെതാണ് ഈ അതൃപ്തി രേഖപ്പെടുത്തിയത്. അന്വേഷണ വഴിയിലെ കോടതി ഇടപെടലുകളാണ് അന്വേഷണത്തിന്റെ വേഗം കുറയ്ക്കുന്നത് എന്നാണ് ഇ ഡി നൽകിയ വിശദീകരണം, ഹൈക്കോടതി നൽകിയ വിശദീകരണം. സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ടും സഹകരണ വകുപ്പ് രജിസ്ട്രാറെ അടക്കം ചോദ്യം ചെയ്യുന്നതുമായി ഉൾപ്പെടെയുള്ള നടപടികളുണ്ടായിരുന്നു. ഈ സഹകരണ വകുപ്പ് രജിസ്ട്രാർക്കടക്കം സമൻസ് നൽകിയിരുന്നു. പക്ഷേ ഇതൊരു ഘട്ടത്തിൽ സഹകരണ വകുപ്പ് രജിസ്ട്രാറെ നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്യുന്നതിന് കോടതിയടക്കം സ്റ്റേ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം കാര്യമായ വേഗത്തിൽ മുന്നോട്ട് പോകാനാകുന്നില്ല. പകുതിയിലേറെ കേസുകളിലുള്ള അന്വേഷണം പൂർത്തിയായി എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതി അറിയിച്ചത്. മറ്റ് കേസുകളിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും ഹൈക്കോടതിയിൽ ഇ ഡി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കരുവന്നൂരിനൊപ്പം 12 ബാങ്കുകളിലാണ് അന്വേഷണം നടക്കുന്നത്. അത് കണ്ടല സർവീസ് സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളിലാണ്. അതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകൾ നൽകിയിരുന്നതുമാണ്. കേസിൽ ഇതുവരെ സമർപ്പിച്ച കുറ്റപത്രങ്ങളുടെ പകർപ്പ് നൽകാനും ഹൈക്കോടതി ഇ ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്യാം ദേവരാജ്, ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് വിവരങ്ങൾ.